കാനഡയിൽ ഇപ്പോഴുള്ളവരും പോകാൻ പ്ലാൻ ചെയ്യുന്നവർക്കും വലിയൊരു ആശ്വാസ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. 2026 ഏപ്രിൽ മാസം മുതൽ പ്രാബല്യത്തിൽ വന്ന വിസ നിയമങ്ങളിലെ മാറ്റങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. പഠനത്തോടൊപ്പം ജോലി ചെയ്യുന്ന കാര്യത്തിൽ കാനഡ സർക്കാർ വലിയ ഇളവുകൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്, ആർക്കൊക്കെയാണ് ഈ ആനുകൂല്യം ലഭിക്കുക, ഈ കാര്യങ്ങളാണ് ലളിതമായ ഭാഷയിൽ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ആദ്യം തന്നെ പറയട്ടെ, കാനഡയിൽ ഇന്റേൺഷിപ്പ് അല്ലെങ്കിൽ കോ ഓപ്പ് വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇനി പ്രത്യേക വർക്ക് പെർമിറ്റിന്റെ ആവശ്യമില്ല. ഈ കഴിഞ്ഞ ഏപ്രിൽ 1 മുതലാണ് ഈ നിയമം നടപ്പിലാക്കിയത്. മുൻപ് പഠനത്തിന്റെ ഭാഗമായി ജോലി ചെയ്യണമെങ്കിൽ സ്റ്റഡി പെർമിറ്റിന് പുറമെ വേറൊരു വർക്ക് പെർമിറ്റ് കൂടി എടുക്കണമായിരുന്നു. ഇതിനായി ഒരുപാട് രേഖകൾ തയ്യാറാക്കാനും കാത്തിരിക്കാനും ഉണ്ടായിരുന്നു. എന്നാൽ ഇനി മുതൽ നിങ്ങളുടെ സ്റ്റഡി പെർമിറ്റ് മാത്രം മതിയാകും. ഒരൊറ്റ രേഖ കൊണ്ട് പഠനവും അതിന്റെ ഭാഗമായുള്ള ജോലിയും മുന്നോട്ട് കൊണ്ടുപോകാം. ഇത് വിദ്യാർത്ഥികൾക്ക് വലിയൊരു തലവേദനയാണ് ഒഴിവാക്കി കൊടുക്കുന്നത്. എന്നാൽ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ആനുകൂല്യം ലഭിക്കുന്നത് കോളേജ് തലത്തിലോ യൂണിവേഴ്സിറ്റി തലത്തിലോ പഠിക്കുന്ന കുട്ടികൾക്കാണ്. സ്കൂൾ തലത്തിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഇപ്പോഴും പഴയതുപോലെ തന്നെ പ്രത്യേക വർക്ക് പെർമിറ്റ് ആവശ്യമാണ്. അതുപോലെ നിങ്ങളുടെ പഠനത്തിന്റെ പകുതിയിൽ താഴെ സമയം മാത്രമേ ഈ ജോലിക്കായി ഉപയോഗിക്കാൻ പാടുള്ളൂ. അതായത് പഠനത്തിന്റെ 50% കൂടുതൽ സമയം ജോലിക്ക് പോകാൻ ഈ ഇളവ് അനുവദിക്കില്ല. രണ്ടാമത്തെ പ്രധാന മാറ്റം പഠനം കഴിഞ്ഞവർക്കുള്ളതാണ്. പഠനം പൂർത്തിയാക്കി വർക്ക് പെർമിറ്റിനായി അപേക്ഷ നൽകി കാത്തിരിക്കുന്നവർക്ക് ഇനി പേടിക്കാതെ തന്നെ ജോലിയിൽ തുടരാം. അപേക്ഷ നൽകി ഫലം വരുന്നതുവരെ നിങ്ങൾക്ക് ഫുൾ ടൈം ജോലി ചെയ്യാൻ പുതിയ നിയമം അനുവാദം നൽകുന്നുണ്ട്. പണ്ട് പലപ്പോഴും അപേക്ഷ നൽകിയ ശേഷം റിസൾട്ട് വരുന്നത് വരെ ജോലി ചെയ്യാൻ പറ്റുമോ എന്ന കാര്യത്തിൽ വലിയ ആശങ്കയുണ്ടായിരുന്നു. അതിനാണ് ഇപ്പോൾ പരിഹാരമായിരിക്കുന്നത്. മറ്റൊരു കാര്യം വിദേശത്തു നിന്ന് വരുന്ന പ്രൊഫഷണലുകൾക്കാണ്. നേഴ്സുമാർ, എഞ്ചിനീയർമാർ തുടങ്ങിയവർ കാനഡയിൽ ജോലി ചെയ്യണമെങ്കിൽ ഇവിടുത്തെ അംഗീകാരം അഥവാ ക്രെഡൻഷ്യൽ റെക്കഗ്നേഷൻ കിട്ടാൻ വലിയ താമസം എടുക്കുമായിരുന്നു. എന്നാൽ 2026 പുതിയ പ്ലാൻ അനുസരിച്ച് ഈ നടപടികൾ വേഗത്തിലാക്കാൻ സർക്കാർ പ്രത്യേകം ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. ഏകദേശം 32,000 പേർക്ക് ഇതിന്റെ ഗുണം ഈ വർഷം തന്നെ ലഭിക്കുമെന്നാണ് കരുതുന്നത്. പ്രത്യേകിച്ച് ആരോഗ്യ മേഖലയിലും നിർമ്മാണ മേഖലയിലുമുള്ളവർക്ക് ഇത് വലിയൊരു അവസരമാണ്. ഇനി അപേക്ഷിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ പറയാം. നിങ്ങൾ പഠിക്കുന്ന സ്ഥാപനം സർക്കാർ അംഗീകരിച്ച ഒന്നാണെന്ന് ഉറപ്പുവരുത്തണം. അതുപോലെ വിസ സംബന്ധമായ കാര്യങ്ങൾക്കായി ആരോടെങ്കിലും സഹായം ചോദിക്കുമ്പോൾ OTP നമ്പറുകളോ പാസ്വേഡുകളോ കൈമാറരുത്. നിയമങ്ങൾ ഇടയ്ക്കിടെ മാറുന്നതുകൊണ്ട് അപേക്ഷിക്കുന്നതിന് തൊട്ട് മുമ്പ് ഔദ്യോഗിക വെബ്സൈറ്റ് പരിശോധിക്കണം. ചുരുക്കത്തിൽ പറഞ്ഞാൽ കാനഡയിലെ കുടിയേറ്റ നിയമങ്ങൾ കൂടുതൽ ലളിതമാക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. അനാവശ്യമായ നൂലാമാലകൾ ഒഴിവാക്കി വിദ്യാർത്ഥികൾക്ക് പഠനത്തിലും ജോലിയിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഈ പുതിയ മാറ്റങ്ങൾ സഹായിക്കുമെന്നാണ് കരുതുന്നത്.